ഞങ്ങള് ആകാശനെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതെന്തിനുള്ള പൊട്ടിപ്പുറപ്പാടാണെന്ന് അറിയാമോ? നമ്മൾ ഫോണിൽ കൊടുത്ത പരിപാടിയുടെ ആഫ്റ്റർ എഫക്റ്റാ ഈ വരവ്. ഫോണിൽ പണി കൊടുത്തത് ഞാനാണെന്ന് ആരും അറിയരുത്. അവരെന്തെങ്കിലും പറയുന്നതിന് മുൻപ് നമ്മൾ ആക്രമണം തുടങ്ങണം. സുമേഷ് പോയി അമ്മയെ വിളിച്ചോണ്ട് വാ, പെട്ടെന്ന് പോ. വാ മോളെ, വാ മോനെ. ഞങ്ങളിങ്ങനെ പുറത്തു തന്നെ നിൽക്കാതെ വാ, അകത്തേക്ക് വാ. വാ നിൽക്ക്. എന്റെ വീട്ടിൽ വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ദിവ്യപ്രഭ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്ക് തന്റെ വീട്ടിൽ വന്നൂടെ? എന്താ മോളെ ഇത്? വീട്ടിൽ വരുന്ന അതിഥികളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്റെ കല്യാണ ദിവസം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ദേ ഇവരാ. അതുകൊണ്ട് ഇവരെ അതിഥികളായി അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഗുണമുണ്ടായത് ഇയാൾക്ക് തന്നെയല്ലേ? അതുകൊണ്ടല്ലേ കല്യാണത്തിനിട്ട സ്വർണം ഫേക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞത്. അപ്പൊ ശരിക്കും ഞങ്ങളോട് നന്ദി പറയല്ലേ വേണ്ടത്? ഈ പറഞ്ഞ നേരാ മോളെ. ഇല്ലെങ്കിൽ ഇപ്പോഴും മുക്കുപണ്ട സ്വർണ്ണവണം തെറ്റിദ്ധരിച്ച് നീ ഇതിട്ടുണ്ട് നടന്നേനെ. എന്നെ ഇത്രയും ദ്രോഹിച്ച ഇവളെ നിങ്ങൾ എന്തോർത്തോണ്ടാ ഈ വീട്ടിലെ കാല് കുത്താൻ അനുവദിച്ചേ? ഇവളീ വീടിനകത്ത് കാല് കുത്തിയ ആ നിമിഷം ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യും. അതിലാർക്കും ഒരു സംശയം വേണ്ട. അംബികേ, നിന്റെ സ്ഥിരം നമ്പർ ഇങ്ങോട്ട് എടുക്കാതെ. അച്ഛൻ അമ്മയെ അങ്ങനെ കളിയാക്കണ്ട. അമ്മയുടെ സങ്കടത്തിലൊരു ന്യായമുണ്ട്. ഇവരെല്ലാം ചേർന്ന് പരസ്യമായിട്ടല്ലേ എന്റെ അമ്മയെ അപമാനിച്ചത്. സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളോട് രഹസ്യമായിട്ട് പറയാറുന്നില്ലേ? എങ്കിൽ എന്റെ അമ്മ ഇത്രയ്ക്ക് അപമാനിതയാവില്ലായിരുന്നു. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എന്റെ അമ്മ നാണം കണ്ടേണ്ടിയും വരില്ലായിരുന്നു. ആകാശ് പറഞ്ഞത് 100% ശരിയാ. അത് ഞങ്ങൾക്ക് പറ്റിപ്പോയൊരു തെറ്റ് തന്നെയാ. അതിന് ഞങ്ങൾ പഞ്ചരത്നങ്ങൾ 5 പേരും മാമിയോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാ. മാമി ഞങ്ങളോട് ക്ഷമിക്കണം. ആർക്ക് വേണോടി നിന്റെ മാപ്പ്? നീ ഇപ്പൊ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് പോയ എന്റെ മാനം തിരിച്ചു കിട്ടോ? പോയ മാനം തിരിച്ചു കിട്ടണമെങ്കിൽ 60 പവൻ സ്വർണം തന്നെ വേണം. നഷ്ടപ്പെട്ട എന്റെ മാനത്തിന് പകരം 60 പവൻ സ്വർണം കൊണ്ടുവാ. എന്നിട്ട് നീയൊക്കെ ഈ വീട്ടിൽ കേറിയാ മതി. ആന്റി കള്ളത്തരം കാണിച്ച് ദിവ്യപ്രഭയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയതിന് അമൃത എന്തിനാ പരിഹാരം ചെയ്യണ്ടേ? ആരും ഒന്നും പരിഹരിക്കണ്ട. ബന്ധുക്കളാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ആരും വലിഞ്ഞു കയറി വരാതിരുന്നാ മതി. അംബികേ, പഞ്ചരത്നങ്ങൾ എന്റെ ശേഷക്കാരാ. ഈ കുടുംബത്തിലെ അവർക്കൊരു സ്ഥാനവും ഉണ്ട്. അത് മറന്ന് നീ സംസാരിക്കരുത്. ഞങ്ങളെ പ്രതി ഇവിടെ പ്രശ്നങ്ങളൊന്നും വേണ്ട. വന്ന കാര്യം പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പോയേക്കാം. ഒരു സന്തോഷ വാർത്ത പറയാനാ ഞങ്ങൾ വന്നത്. അയ്യോ, ഇവിടെ വന്ന് ഒരു സന്തോഷവും പറയണ്ട. നിങ്ങളുടെ സന്തോഷങ്ങളെ ഈ കുടുംബത്തിന് കടുത്ത ദുഃഖങ്ങളെ സമ്മാനിച്ചിട്ടുള്ളൂ. അംബികേ, മതി, നിർത്ത്. അതെടുപ്പോ. ഇവിടെ നിന്നാലേ ഞാൻ നിന്നെയൊക്കെ എന്തെങ്കിലും ചെയ്തു പോവും. നാണം കെട്ടവർ കുളിപ്പില്ലല്ലോ. അതാ വീണ്ടും വലിഞ്ഞു കയറി വന്ന് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്. ഞങ്ങളുടെ സന്തോഷങ്ങളിൽ മറ്റാർക്കും താല്പര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. മാമൻ ഒന്ന് വരുമോ? പറയാമെന്നത് മാമനോട് മാത്രം പറഞ്ഞിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. നീ ഈ വാലാട്ടിക്കൊണ്ട് എങ്ങോട്ട് പോവുക? അമ്മയ്ക്കുണ്ടായ അപമാനം നീ മറന്നില്ലെന്നാ ഞാൻ കരുതിയത്. അത് വേറെ വിഷയം, ഇത് വേറെ വിഷയം.
ഇനിയിപ്പോ അവള് പറയാൻ പോകുന്ന സന്തോഷ വർത്തമാനം ഞാൻ മൊബൈൽ ഫോണിൽ അയച്ച മെസ്സേജ് ആയിരിക്കോ? അങ്ങനെയാണെങ്കിൽ അത് വലിയ പണിയാവും. എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ രക്ഷിക്കും. പക്ഷേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കണം. വേറൊന്നുമല്ല മാമ, ആതിരയ്ക്കും ആരാധിക്കും SI ട്രെയിനിങ്ങിനുള്ള സെലക്ഷൻ കിട്ടി. ആണോ? ഇതൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ മോളെ. അവരൊരുപാട് ആഗ്രഹിച്ച കാര്യമല്ലേ. മാമൻ ഒത്തിരി സന്തോഷമായി. എപ്പോഴാണ് ട്രെയിനിങ് തുടങ്ങുന്നത്? അതൊക്കെ ഇന്നലെ അഖില നിനക്കയച്ച വോയിസ് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വോയിസ് മെസ്സേജോ? അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടില്ല. അഖില മാത്രമല്ല, ഇന്നലെ ഞാനും നിനക്ക് വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരുടെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലെന്നോ? അതെങ്ങനെ ശരിയാവും? അഖില മെസ്സേജ് അയച്ചത് അവളുടെ ഫോണിൽ നിന്നാ. ഞാൻ അയച്ച വോയിസ് നോട്ട് എന്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാൻ കേൾപ്പിക്കാം. അംബികമാമിയുടെ കാര്യത്തിൽ ഞങ്ങൾ പഞ്ചരത്നങ്ങൾ പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ആ പേര് പറഞ്ഞ് ആകാശ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് അഖിലയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും വിഷമമുള്ള കാര്യം. ആരാധനയും ആതിരയുടെയും ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം നടന്നിട്ടും ആകാശ് അവരെ ഒന്ന് അഭിനന്ദിക്കാതിരുന്നത് മോശമായിപ്പോയി. തെറ്റ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല, അഖിലയുടെ മെസ്സേജ് കേട്ട ശേഷം ഇനി മേലിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യരുതെന്ന് നീ തിരിച്ചയച്ചില്ലേ? ഞാനോ? ചേച്ചി, ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പോ ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ആകാശ് എന്നെ അഖിലയും ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുക. അമൃതേച്ചി പറഞ്ഞ ശരിയാ. ഇവർ രണ്ടുപേരെ എൻ്റെ ഫോണിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുക. പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്തതല്ല. നമ്മള് പെട്ടല്ലോ സുമേഷ്. നമ്മളല്ല, നീ പെട്ടു. ഒന്നിച്ചൊരു കള്ളത്തരം കാണിച്ചിട്ട് ഇപ്പൊ സ്വയം കൈ കഴുകുന്നോ? ചതിയ. കള്ളത്തരം കാണിച്ചത് നീയല്ലേ. ഞാൻ കള്ളന് കഞ്ഞി വെച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമല്ലേ ചെയ്തോളൂ. ഞാൻ വീണ്ടും ചോദിക്കുക, ഇന്ന് രാത്രിയിലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കോ ഇല്ലയോ? ഇന്ന് രാത്രിയിൽ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുമെങ്കിൽ ഈ കുറ്റം ഞാൻ അമ്മയുടെ തലയിൽ കെട്ടിവെക്കാം. പുര കത്തുമ്പോ തന്നെ വാഴ വെട്ടണോ അല്ലേ? സോറി അമൃതേച്ചി, എൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ ഒരു തിരിമറി നടന്നുകൊണ്ടാ കാര്യങ്ങളൊന്നും ഞാൻ അറിയാണ്ട് പോയത്. അതൊക്കെ പോട്ടെ. എന്തായാലും കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലായല്ലോ. ഞങ്ങൾ വന്നത് നിങ്ങളെ ഒരു പാർട്ടിക്ക് ക്ഷണിക്കാനാ. ആതിരയ്ക്കും ആരാധിക്കും SI ട്രെയിനിങ്ങിന് സെലക്ഷൻ കിട്ടിയ സന്തോഷത്തിൽ പഞ്ചരത്നത്തിൽ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. എല്ലാവരും ഒത്തുചേർന്നൊരു ചെറിയ ആഘോഷം. ആകാശേ, നീ വരണം. അഖിലയുമായിട്ട് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. മാമനും എന്തായാലും എത്തണം. അതെ, കല്യാണത്തിലുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ എനിക്കും ഇവനും നിങ്ങളോട് ചെറിയൊരു നീരസം തോന്നിയെന്നുള്ള സത്യമാ. പക്ഷേ അതിൻ്റെ പേരിൽ കുടുംബാംഗങ്ങളെ ബാധിക്കുന്ന കുടിപ്പകയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാ മുറികളും കാലം മായ്ച്ചോളും. മോളെ, തൽക്കാലം ഞാൻ ഫംഗ്ഷൻ വരുന്നില്ല. ഒന്നാമത് ഇവിടെ ഒരു സ്വസ്ഥതയില്ല. ഞാൻ അങ്ങോട്ട് വന്നാ ഇനി അതിൻ്റെ പേരിൽ അടുത്ത ബഹളമാവും. ഞങ്ങളെല്ലാം പ്രതിനിധിയായിട്ട് ഇവൻ വരും, അത് മതി. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. മാമനില്ലാതെ ഞങ്ങൾ പഞ്ചരത്നങ്ങൾക്ക് എന്താഘോഷ? മാമൻ വന്നേ പറ്റൂ. അല്ല മോളെ, ഞാൻ പറഞ്ഞു വരുന്നത് അച്ഛനെ വിഷമിപ്പിക്കണ്ട. അമ്മയുമായി വഴക്കിട്ട് അച്ഛനിപ്പോൾ റൂമിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. രാത്രി ഡ്രോയിങ് റൂമിലെ സെറ്റിലാ കിടപ്പ്. മാമൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. ശരി മോളെ. ശരി മാമ. വരുന്നുണ്ട്.
ആ ഡാ ഇന്നിനിപ്പോൾ പോണ്ട, നാളെ പോവാം. ഇന്നലെ രാത്രി ഇവിടെ നടന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഫോൺ എടുത്ത് അഭ്യാസം കാണിച്ചത് അത് ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. അല്ല, ഫസ്റ്റ് നൈറ്റ് ഓക്കെ ആണെങ്കിലേ ഈ കേസ് കെട്ടിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കാം. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ആദ്യ രാത്രി നടത്താമെന്നൊന്നും വിചാരിക്കണ്ട. എന്റെ സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടേ അത് നടക്കൂ. പിന്നെ ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഒത്തില്ല. ഇന്നലെ രാത്രി അമ്മ ആരെയോ വിളിക്കണമെന്ന് പറഞ്ഞ് എന്റെ ഫോൺ വാങ്ങിയിരുന്നില്ലേ? അതെ, എന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്റെ ഫോൺ വാങ്ങിയ മേലേതിലെ സുഷമയെ വിളിച്ചത്. അമ്മ ആ കോള് വിളിക്കുന്നതിനിടയിൽ എന്റെ ഫോണിലേക്ക് മെസ്സേജ് എല്ലാം വന്നിരുന്നു. ആര് മെസ്സേജ് അയച്ച കാര്യ നീ പറയുന്നേ? അഖിലയും അമൃതേച്ചിയും. അവളുമാരുടെ മെസ്സേജ് വന്നതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അമ്മ വെറുതെ കള്ളമൊന്നും പറയണ്ട. അവർ രണ്ടുപേരും എനിക്ക് അയച്ച മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുക മാത്രമല്ല, ഞാൻ അയക്കുന്നത് പോലെ പഞ്ചരത്നങ്ങളോട് വിരോധമെന്ന മട്ടിൽ അമ്മ തിരിച്ച് മെസ്സേജ് അയക്കുകയും ചെയ്തു. അതല്ലേ സംഭവിച്ചത്? ദേ ആകാശേ, വെറുതെ ഇല്ലാത്ത കുറ്റങ്ങൾ എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ. അതെ, അമൃതയോടും അഖിലോടുമുള്ള നിന്റെ ദേഷ്യം ഞങ്ങൾക്കറിയാം. അപ്പൊ ഇതല്ല, ഇതിനപ്പുറം നീ ചെയ്യും. ഞാൻ എന്ത് ചതി ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നേ? അംബികെ, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. കുറ്റം സമ്മതിക്കുന്ന നിനക്ക് നല്ലത്. കള്ളത്തരം കാണിച്ചിട്ട് ന്യായം പറയുന്നു. ദേ മനുഷ്യ, പഞ്ചരത്നത്തിലെ പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞ് വെറുതെ എന്നെ കളിയാക്കരുതേ. അല്ലച്ച, ഇനി അഥവാ ആന്റി അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചെങ്കിൽ തന്നെ അതിലെന്താ ഇത്ര വലിയ തെറ്റിരിക്കുന്നത്? പഞ്ചരത്നങ്ങൾ ആന്റിയോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും ചെറുതല്ലല്ലോ. ഇനിയിപ്പോ ആന്റി ആകാശിന്റെ മൊബൈൽ ഫോൺ എടുത്ത് അങ്ങനെ ഒരു പണി കൊടുത്തെങ്കിൽ പോലും അത് ആന്റിയുടെ ഒരു റിവഞ്ച് ആയിട്ട് മാത്രം കണ്ടാ മതി. ഏയ്, ഞാനല്ല. ഈ കാര്യത്തില് ഞാനും അമ്മയുടെ പക്ഷത്ത് തന്നെയാ. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നില് അമ്മയെ നാണം കെടുത്തിയ പഞ്ചരത്നങ്ങൾക്ക് അമ്മ തിരിച്ചു കൊടുത്ത പണി അസലായി. കൺഗ്രാറ്റുലേഷൻസ് അമ്മേ. തെമ്മടത്തരം കാണിച്ചാൽ അഭിനന്ദിക്കുന്നോടാ? നാണുണ്ടോടാ നിനക്ക്? അവൻ അമ്മ അഭിനന്ദിക്കുന്നു പോലും. എടാ, അമ്മയ്ക്ക് അടി കൊടുത്ത മഹേന്ദ്രന് മുമ്പിൽ ചെന്ന് നിവർന്ന് നിൽക്കാൻ പോലും ധൈര്യമില്ലാത്തവനല്ലടാ നീ. പക്ഷേ ദേ, ഇവനങ്ങനല്ല. 8ന്റെ പണിയാ ആ മഹേന്ദ്രൻ ഇവൻ കൊടുത്തത്. അവനിപ്പോ എണ്ണത്തോടി ഇറങ്ങാൻ നേരമില്ലെന്നാ കേട്ടത്. അതെ, നിന്നെ തല്ലിയനോട് പ്രതികാരം ചെയ്തവനാ ഈ നിൽക്കുന്ന ആകാശ്. അതിനുള്ള നന്ദിയാണോ നീ ഇവനോട് കാണിച്ചത്? അങ്ങനെ ആരും വലിയ അമ്മ സ്നേഹമൊന്നും പറയണ്ട. എന്റെ മാനം കാക്കാൻ ആ 60 പവൻ സ്വർണം വേണം. അതാദ്യം കൊണ്ടുവാ, എന്നിട്ട് മതി മറ്റു വർത്താനങ്ങളൊക്കെ. വേണ്ടി വന്നാൽ ഞാൻ അതും കൊണ്ടുവരും. പക്ഷേ ഇനി എന്റെ ഫോണിൽ തൊട്ട എന്റെ ബന്ധങ്ങളെ ഇല്ലാതാക്കിയ അതാരായിരുന്നാലും വിവരം അറിയും. എടാ, അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോയി. ഇപ്പൊ സുമേഷിനൊരു കാര്യം മനസ്സിലായോ? കക്ക മാത്രമല്ല, നിക്കാനും അറിയാം ഈ ദിവ്യപ്രഭയ്ക്ക്. എന്റെ ഫസ്റ്റ് നൈറ്റ് ഇനി എന്നും നടക്കുവോ? ഇതെന്തു മറിമായോ? സോപ്പ് വെള്ളത്തിൽ കിടന്നപ്പോ സാധാരണ ഗോൾഡ് തുരുമ്പിച്ചു പോയോ? കലാവതി അപ്പോ എന്നെയും ചതിച്ചു. ഈ സിസിലിയെ ചതിച്ചിട്ട് അവർ അങ്ങനെ സന്തോഷിക്കണ്ട. അവരുടെ കള്ളത്തരം മുഴുവൻ പഞ്ചരത്നങ്ങളുടെ മുന്നിൽ ഞാൻ ഇപ്പൊ തന്നെ തുറന്നു പറയും. കാലയമ്മ,
കലയമ്മ വെറും കള്ളിയമ്മയാണെന്ന് അറിയുമ്പോ മക്കൾ തന്നെ അടിച്ചു പുറത്താക്കും. അതാണ് എന്റെ പ്രതികാരം. ഹാ. എന്തിനാ അഖിലേച്ചി ടെൻഷൻ? അഭിയേട്ടനും അമൃതേച്ചിയും എല്ലാം സോൾവ് ആക്കിയിട്ടേ വരൂ. അതെ, എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു രഹസ്യം ഞാനിവിടെ പറയാൻ പോവാ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇത്രയും നാൾ കഴുത്തിലിട്ട് നടന്നിരുന്ന നെക്ലേസ് ഒരു മുക്കുപണ്ട താനി ഡ്യൂപ്ലിക്കേറ്റ്. അതിന് അതാ നിങ്ങളെന്താ ഞെട്ടാത്തത്? ഞങ്ങൾ ഒരിക്കൽ ഞെട്ടിയതാണല്ലോ. ചേച്ചി വേണമെങ്കിൽ ഒന്നും കൂടെ ഞെട്ടിക്കാം. ഹെ, അതല്ല ഞാൻ പറഞ്ഞത്, എന്നെ പറ്റിച്ചതാ. ഏതോ ഫാൻസി കടയിൽ നിന്ന് 500 രൂപയ്ക്ക് വാങ്ങിച്ചതല്ലേ? ഇതിൽ കൂടുതൽ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ, സത്യത്തിൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. എല്ലാത്തിനും പിന്നിൽ ഒരു വലിയ കഥയുണ്ട്. നിങ്ങൾ ആരും അറിയാത്തൊരു കഥ. ഒരു കൊടും ചതിയുടെ ഞെട്ടിക്കുന്ന രഹസ്യം ആ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതറിഞ്ഞാൽ തകർന്നു വീഴാൻ പോകുന്നത് ചില മുഖംമൂടികളാ. ചെകുത്താന് വരാൻ കണ്ട സമയം. വാ അഖിലേച്ചി. എന്താ അമൃതേച്ചി? ഞാൻ എന്തു പറഞ്ഞിട്ടാണോ പോയത് അത് തന്നെയാ സംഭവിച്ചത്. അപ്പോ എല്ലാം സോൾവ് ആയോ? സോൾവ് ആയോന്ന് ചോദിച്ചാ ഇല്ല. നടന്നത് എന്താണെന്ന് നിങ്ങളൊന്നും പറയുന്നുണ്ടോ? സത്യത്തിൽ അവിടെ എന്തോ ഒരു വലിയ കൺഫ്യൂഷൻ നടന്നിട്ടുണ്ട്. ആ മെസ്സേജസ് ഒന്നും ആകാശ് അയച്ചതല്ലായിരുന്നു. നമ്മൾ അയച്ച വോയിസ് മെസ്സേജ് ഒന്നും ആകാശ് കേട്ടിട്ടുമില്ല. എന്തായാലും എല്ലാം പറഞ്ഞ് പരിഹരിച്ചിട്ടുണ്ട്. അതെ, സഹദേവമാമനും ആകാശും ഞങ്ങളോട് നന്നായി തന്നെ പ്രതികരിച്ചേ. പക്ഷേ ബാക്കിയുള്ളവര് അവരോട് പോവാൻ പറ. ഇപ്പൊ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഒരുത്തിയും കൂടെ വന്നിട്ടുണ്ടല്ലോ അവിടെ. അമൃതേച്ചി, ആകാശേട്ടൻ എന്താ പറഞ്ഞേ? നീ കരുതും പോലെ വിരോധമോ ദേഷ്യമോ ഒന്നും അവന്റെ മനസ്സിലില്ല. ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇല്ലാതിരിക്കോ? തെറ്റുകള് നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയില്ലേ? നമ്മൾ 5 പേർക്കും വേണ്ടി സഹദേവ് മാമനോടും ആകാശിനോടും ഞാൻ മാപ്പ് പറഞ്ഞു. ആകാശിനും നിനക്കും ഇടയില് ഒരു പ്രശ്നവും ഇനിയില്ല. അപ്പോ വൈകുന്നേരം പാർട്ടിക്ക് ആകാശേട്ടൻ വരുമോ? വരും. അയ്യടാ, ഇത്രയും നേരം മഴക്കാറായിരുന്നു, ഇപ്പോഴങ്ങ് തെളിഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വീട്ടിൽ പോയി അമ്മയും അശ്വതിയും കൂട്ടി നേരത്തെ ഇങ്ങോട്ട് വരണം. ഓ ആയിക്കോട്ടെ. അഖിലേച്ചി, ഇങ്ങോട്ട് വന്നേ. വിട്. ഇങ്ങോട്ട് വരാനാ പറഞ്ഞ. ഞങ്ങളുടെ വക ചില ഉപദേശങ്ങൾ തരാനുണ്ട്. വാ വന്നേ. കാര്യം എന്തെന്ന് പറ. എന്താന്ന് വിടാൻ? ചേച്ചിയുടെ സങ്കടമൊക്കെ മാറിയെങ്കിലേ ഒരു പ്ലാൻ പറയാനുണ്ട്. എന്താ കാര്യം? അത് പിന്നെ അതെ, ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം എനിക്ക് പറയാൻ പറ്റിയില്ല. അല്ല, ആ സ്വർണ്ണ നെക്ലേസിന്റെ ചതിയുടെ കഥ നിങ്ങൾക്ക് കേൾക്കണ്ടേ? അത് പിന്നെ റോൾഡ് ഗോൾഡ് മണ്ണിൽ കുഴിച്ചിട്ടാ പിന്നെ കളർ പോവില്ലേ? ഓ, ആ ചതിയുടെ കഥയാണ് എനിക്ക് പറയാനുള്ളത്.
ചതിയുടെ 1000 നിറങ്ങൾ കൊണ്ട് എഴുതിയ ആ കഥ നിങ്ങൾക്ക് കേക്കണ്ടേ? ഓ എന്റെ ചേട്ടത്തി, നിങ്ങളും നിങ്ങളുടെ നെക്ലസും കാരണം രാവിലെ ഞങ്ങളുടെ കുറെ സമയം പോയി. ഇനിയും ചേട്ടത്തിയുടെ കഥ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ചേട്ടത്തി പോയി ചേട്ടത്തിയുടെ ജോലി നോക്ക്. ഹ, ഞാൻ പറയുന്ന ഈ കഥയിലെ നായിക ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.